മിഥുനൻ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത്. ബുധന്റെ കാരകത്വങ്ങൾ നോക്കിക്കോണം, മിഥുനൻ രാശിയുടെ പ്രത്യേകതകൾ നോക്കിക്കോണം. പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ ഇത് കാലപുരുഷ ചാട്ടിൽ 3ാമത്തെ രാശിയാണ്. അതൊരു ഉഭയരാശിയാണ്. ഇപ്പോൾ 3ാമത്തെ ഭാവം കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമാണ്, പിന്നെ ബിസിനസ്സിൻ്റെ ഒക്കെ ഒരു ഭാവമാണ്. അപ്പോൾ 3ാം ഭാവത്തിന്റെ കാരകത്വങ്ങളും കൂടെ ഒന്ന് നോക്കിക്കോണം. ഈ രാശിയിൽ വരുന്ന ഗ്രഹങ്ങൾ തിരുവാതിര, മകയിരം, പുണർദം ഇവയാണ്. ഓരോ നക്ഷത്രത്തിലും ഓരോ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വരുമ്പോൾ ഒന്നും കൂടെ നോക്കിക്കോണം. പിന്നെ ബുധന്റെ കാരകത്വങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ ആണെങ്കിൽ ബുദ്ധിശക്തിയുടെ ഒരു ഗ്രഹമാണ്. അതുപോലെ തന്നെയാണെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാനൊക്കെയുള്ള ഒരു കഴിവ്, നമ്മുടെ ഇളയ സഹോദരങ്ങൾ, അതുപോലെ നമ്മുടെ ആലോചനാ ശക്തി, നമ്മുടെ ആ ചെറുപ്പം, ഇതെല്ലാം ബുധന്റെ കാരകത്വങ്ങളെ കുറിച്ച് വിശദമായ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും കൂടെ നോക്കിക്കോണേ. മിഥുൻ രാശിയുടെ അധിപൻ ബുധനാണ്. അപ്പോൾ ബുധൻ സ്വക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല പൊസിഷനാണിത്. ഇതിന്റെ ഈ ഗ്രഹത്തിന്റെ ബലം അനുസരിച്ച് ഇവർ കമ്മ്യൂണിക്കേഷന്റെ ഗ്രഹം കമ്മ്യൂണിക്കേഷൻ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് കമ്മ്യൂണിക്കേഷന് നല്ല കഴിവ് കാണും. മീഡിയയിലൊക്കെ തിളങ്ങാനൊക്കെ വളരെയധികം. പക്ഷെ വക്രഗതിയിലൊക്കെ ആണെങ്കിൽ ഇതിനെല്ലാം വ്യത്യാസം വരികയും ചെയ്യും. ഭാഗ്യവണ്ടിയിൽ കാണുന്നത് ആലപ്പുഴ ജില്ലയിലെ പള്ളിക്കൽ, അതുപോലെ കുടശനാട്, ഈ സ്ഥലങ്ങളാണ്. ഇവർ എപ്പോഴും ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതായത് കലവില സ്വഭാവം, എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവർക്ക് ഇഷ്ടം. ആരെങ്കിലും എപ്പോഴും ഇവരുടെ കൂടെ വേണം ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ അവർക്ക് നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ഹോബികളും അതുപോലെയാണെങ്കിൽ താല്പര്യങ്ങളും ഒക്കെ ആയിരിക്കും ഉള്ളത്. അതായത് മറ്റുള്ളതിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഹോബികളൊക്കെ ആയിരിക്കും ഉള്ളത്. ചിലർക്ക് ഈ നാണയം കളക്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഇല്ലേ, അതുപോലെ കൂടുതലും നല്ല വിജ്ഞാനപ്രദമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. അതിൽ നിന്നും അറിവ് നേടിയിട്ട് ഇവിടെ നമുക്കൊരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്ന് തന്നെ പറയാം. ഇവരെപ്പോഴും പുകഴ്ത്തൽ, അത് മിക്കവാറും ഉള്ളവരെല്ലാം അങ്ങനെ തന്നെ പുകഴ്ത്തലിൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇവരെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടുവന്നവർക്ക് വളരെ താല്പര്യമായിരിക്കും. എല്ലാത്തിനും ഒരു പ്രാക്ടിക്കലായിട്ടായിരിക്കും ഇവർ, അതായത് അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുമോ അങ്ങനെയുള്ള രീതിയിലായിരിക്കും ഇവർ സമീപിക്കുക. ഒരു വായുരാശിയും കൂടെ ആണെന്ന് ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലം ഇരട്ടിയാവും. അതായത് ഇവർക്ക് കമ്മ്യൂണിക്കേഷനുള്ള സ്കില്ലിനൊപ്പം നല്ല ഐഡിയാസ് കാണും, ഒരുപാട് അറിവ് കാണും, ഒരുപാട് കാര്യങ്ങളുടെ സത്യം കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവും ഇവർക്ക് കാണും. ഇവർക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഇവർക്ക് അതിൻ്റെ ആഴത്തിലുള്ള അറിവ് ഒരിക്കലും കാണുകയില്ല. പിന്നെ അത് മറ്റ് ഗ്രഹങ്ങളുടെ ഇത് പൊസിഷനും കൂടെ അനുസരിച്ച് വ്യത്യാസം വരുവേ. ഈ മിഥുനത്തിൽ ഈ ബുധൻ നിൽക്കുമ്പോഴുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതൊരു സ്ത്രീയുടെ ജാതകത്തിലാണെങ്കിൽ ഇവർക്ക് ഒരുപാട് കഴിവുകളും അങ്ങനെ എല്ലാം കാണും. പക്ഷേ അവർക്ക് ആ വീട് എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എന്താ അറേഞ്ച് ചെയ്യണം, അങ്ങനെ ആ വീടിന് ഹോം മേക്കറായിട്ട് അതിലൊരു പരാജയമായിരിക്കും. ഡ്രസ്സിങ്ങിലൊക്കെ, അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഡ്രസ്സിങ്ങിലൊക്കെ വളരെ ശ്രദ്ധയായിരിക്കും. കണ്ടാൽ തന്നെ ഒരു നല്ല ഒരു ഗെറ്റപ്പൊക്കെ തോന്നും ഡ്രസ്സിങ്ങിലൊക്കെ. അതുപോലെ പെരുമാറ്റത്തിലായാലും നല്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനറിയാം. നല്ല മയത്തിൽ സംസാരിച്ച് നല്ല ഹമ്പിളായിട്ട് അങ്ങനെ പെരുമാറാനറിയാം. ഇവർ കണക്കിലൊക്കെ നല്ല പെട്ടെന്നല്ല കണക്കും ചെയ്ത് തീർക്കാനും അക്കൗണ്ട്സൊക്കെ നല്ലതുപോലെ ക്ലിയർ ചെയ്യാനും ഒരുപാട് ഭാഷകളിലൊക്കെ അറിവ് നേടാനും ഒക്കെയുള്ള കഴിവുണ്ട്. ഇവരെ മറ്റുള്ളവർ ബഹുമാനിക്കുക, അതുപോലെയുള്ള ഒരു പെരുമാറ്റമായിരിക്കും ഇവർക്ക്. അതുപോലെ എവിടെ ചെന്നാലും ഇവരെ എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും. ഭയങ്കര സ്വതന്ത്ര ചിന്താധികാരമായിരിക്കും. അതുപോലെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇവരെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്നൊന്നും ഇവർക്ക് അത്രയൊന്നും താല്പര്യം കാണത്തില്ല. അതുപോലെ ഒരു നല്ല പ്രാക്ടിക്കലായിരിക്കും, നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ എപ്പോഴും പുതിയ പുതിയ അറിവുകൾ നേടുന്നതിന് ഇവർക്ക് വളരെയധികം താല്പര്യം കാണും. അതുകൊണ്ട് തന്നെ ജ്യോതിഷികൾക്കൊക്കെ ഇതൊരു നല്ല പൊസിഷനാണെന്ന് നമുക്ക് പറയാം. അതുപോലെ റിപ്പോർട്ടർ, ടീച്ചർമാർ, പിന്നെ പാട്ട് പാടുന്നവർ, എഴുത്തുകാർ, കവികൾ, അങ്ങനെയൊക്കെയുള്ളവർ ഈ ഇങ്ങനെ മിഥുനത്തിൽ ബുധൻ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ആലോചനാ ശക്തിയും ഐഡിയാസും ഒക്കെ കൂടുതലായതിൽ ശോഭിക്കാൻ ഇവർക്ക് കഴിയും. ഇവർ നല്ല സത്യസന്ധരായിട്ടൊക്കെ പെരുമാറിക്കൊണ്ട് വരുമ്പോൾ മറ്റുള്ളവരുടെ മുതലെടുക്കാനും ചതിക്കാനും ഒക്കെയുള്ള ചാൻസുകൾ ഉണ്ട്. അതുപോലെ ഇവർ ഈ മിഥുനത്തിൽ എന്ത് നിന്നാലും, അത് ഇപ്പം ചന്ദ്രനായാലും ഏത് നിന്നാലും ഇവർക്കൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയത്തില്ലേ, അത് കാണും. നമ്മളോട് ഒരു രീതിയിലും മറ്റുള്ളവരോട് വേറൊരു രീതിയിലുമായിരിക്കും പെരുമാറുന്നത്. 2 മുഖങ്ങൾ കാണും ഇവർക്ക്. വീട്ടിലൊരു മുഖവും പുറമേ ഉള്ളവർക്ക് മറ്റൊരു മുഖവും ആയിരിക്കും. അതുപോലെ ഇവർക്ക് ഗോസിപ്പൊക്കെ പറയുന്നതിന് വളരെയധികം
താല്പര്യം കാണും. ഇവർ മറ്റുള്ളവരോട് നല്ല നീതിപൂർവ്വം പെരുമാറുന്നവരായിരിക്കും, സത്യസന്ധരായിരിക്കും, നല്ല ഭക്തി കാണും, ഒക്കെ കാണും. ഇത് അവരെ ചിലപ്പോൾ ട്രബിളിലൊക്കെ ഇടുമെങ്കിലും അവർക്ക് അങ്ങനെ തന്നെ ഇരിക്കാനായിരിക്കും ഇഷ്ടം. ഇതുപോലെ നല്ല വിറ്റൊക്കെ പറയുന്നവരായിരിക്കും. നല്ല ബുദ്ധിപരമായിട്ടുള്ള ഐഡിയകളൊക്കെ ഇങ്ങനെ പറയത്തില്ല, ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, മറുപടി പറയത്തില്ലേ, അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അതുപോലെ ഏത് സഹകരിച്ച് ചെന്നാലും അതുമായിട്ട് ഇണങ്ങി ചേരാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് കാണും. അതുപോലെ ഒരു ഒരു മാന്ത്രിക ശക്തി അതുപോലെയുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും. ഒരു ആവാം നല്ല ക്രിയേറ്റീവ് ആയിരിക്കും. ഇങ്ങനെ അറിവ് നേടുന്നതിനോടൊപ്പം തന്നെ അത് പകർന്നു നൽകാനും ഇഷ്ടമുള്ളവരായിരിക്കും. എന്തറിവ് ഇവരോട് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരും. ചിലർ അങ്ങനെ പറഞ്ഞു തരത്തില്ലല്ലോ. അതുപോലെയാണെങ്കിൽ ഇവർ ഏത് നക്ഷത്രത്തിലാണ് ഈ ബുധൻ നിൽക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ മകയിരത്തിലാണെങ്കിൽ മകയിരത്തിന്റെ അധിപതി കുജനല്ലേ. അപ്പോൾ ആ കുജന് നമ്മുടെ ജാതകത്തിൽ ഇവരുടെ ജാതകത്തിൽ എവിടെയാണ് നിൽക്കുന്നത് നോക്കണം. അതിനനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസം വരും. പിന്നെ തിരുവാതിരയിലാണെങ്കിൽ രാഹുവിന്റെ പൊസിഷൻ നമ്മൾ നോക്കണം. പുണർദത്തിലാണെങ്കിൽ ഗുരുവിന്റെ പൊസിഷനും കൂടെ നോക്കണം. അതിനനുസരിച്ചല്ല ഇതിന് വ്യത്യാസം വരും. കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ മകര നക്ഷത്രത്തിൽ നിൽക്കും. മകര നക്ഷത്രത്തിന്റെ പ്രത്യേകതകളും ഇവർക്ക് കിട്ടും. പ്രത്യേകിച്ച് ഈ ബുധനാകുമ്പോൾ എവിടെ ആരുടെ കൂടെ നിൽക്കുന്നു ആ സ്വഭാവം കാണിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. പാവന്മാരൊന്ന് കൂടെ നിൽക്കുമ്പോൾ പാവത്വം കൂടുതലുള്ള ഗ്രഹമാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് ആ നക്ഷത്രത്തിന്റെ സ്വഭാവവിശേഷം എല്ലാം കാണിക്കും. ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതിന്റെ എല്ലാം അങ്ങ് അബ്സോർവ് ചെയ്ത് അതായിരിക്കും പുറത്തോട്ട് കാണിക്കുന്നത്. നക്ഷത്രക്കാർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ജിജ്ഞാസ കാണും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നൊരു കാണും. അങ്ങനെയുള്ളതല്ലേ. അപ്പോൾ ഇവരുടെ ആ ക്യൂരിയോസിറ്റി എല്ലാം ആ ബുധൻ അങ്ങ് കൂട്ടും. ഓരോ നക്ഷത്രത്തിലും ഗ്രഹങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അത് പറയുമ്പോൾ അതും കൂടി ഒന്ന് നോക്കിക്കോണം. അല്ലെങ്കിൽ വായിക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് വായിച്ചോണം. കൂടുതൽ നമ്മൾ വായിക്കുമ്പോഴേ നമ്മൾ ഒരുപാട് വായിച്ചെങ്കിലേ കുറച്ചെങ്കിലും അറിവ് നമുക്കിതിൽ കിട്ടത്തുള്ളൂ. പിന്നെ തിരുവാതിരയിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള താല്പര്യം വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ എപ്പോഴും ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും. പുണർദത്തിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടുതൽ വരും. അതുപോലെ കമ്മ്യൂണിക്കേഷനിലായാലും അങ്ങനെ വരും. പിന്നെ ഈ വ്യാഴം എന്ന് പറയുന്ന ഒരു വിജ്ഞാനത്തിന്റെ ഒരു ഗ്രഹം കൂടിയല്ലേ. അതുകൊണ്ട് പുതിയ ആശയങ്ങളൊക്കെ പിന്നെയും പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കാണും. ഇവർക്ക് ആശയങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ടെൻഡൻസി കാണും. അതുപോലെ ഒരുപാട് നാളെടുത്തിട്ടായാലും പൂർത്തീകരിക്കേണ്ട ചില ലക്ഷ്യങ്ങൾ കാണത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളും കാണും ഇവർക്ക്. ബുധൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമല്ലേ. അപ്പോൾ പഠിക്കുന്നതിന്റെ ഗ്രഹമാണ്, കമ്മ്യൂണിക്കേഷന്റെ ഗ്രഹമാണ്. അപ്പോൾ അത് സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള ടെൻഡൻസി എല്ലാം കൂടിയിരിക്കും. നല്ലോണം ഒത്തിരി സഞ്ചരിക്കുന്ന ഇഷ്ടമായിരിക്കും ഇവർക്ക്. ഇതിനകത്ത് ബുധൻ നിന്നാലേ അങ്ങനെയുള്ളവർക്ക് ഇവർ സംസാരിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും, നല്ലോണം മനസ്സിലാവും. അത് ആ വാക്കുകൾ കൊണ്ട് മായാജാലം തീർക്കും എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള ഒരു സ്വഭാവം. അതുപോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ കൈയും കൊണ്ട് പല ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. ഈ കൈയും കൊണ്ടുള്ള കഴിവുകളൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഈ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിനുള്ള കഴിവുകൾ, അതുപോലെയൊക്കെയുള്ള കഴിവുകൾ ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ എല്ലാവരും അങ്ങനെ ആവുമോയെന്ന് ചോദിച്ചാൽ നമ്മൾ വളർത്തുന്നതനുസരിച്ചിരിക്കും. നമ്മുടെ കഴിവുകൾ ഉള്ളിൽ കാണും. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതനുസരിച്ച് വളർന്നു വരികയുള്ളൂ. നമ്മളത് നോക്കിയില്ലെങ്കിൽ അത് അവിടെ നിന്ന് നശിച്ചു പോകും. അതുപോലെ റൈറ്റിങ്ങിനൊക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ മാർക്കറ്റിങ്ങിനുള്ള കഴിവുണ്ട്, പിന്നെ അഡ്വർടൈസ്മെന്റ് മേഖലയിലൊക്കെ നല്ല കഴിവ് കാണും. സാധനങ്ങൾ കൊണ്ട് നടക്കത്തുള്ളൂ, ആരും വാങ്ങിക്കത്തില്ല. പക്ഷെ ഇവർക്ക് ആളുകളെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കാനുള്ള പ്രത്യേക കഴിവാണ്, വാക് സാമർഥ്യം കാണും. കൈകൊണ്ടുള്ള കഴിവെന്ന് പറയുന്നില്ലേ, കരകൗശലങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരെ കണ്ടിട്ടില്ലേ, ഒരു നല്ലൊരു ആർക്കിടെക്ചർ ആവാം, അല്ലെങ്കിൽ നല്ല തുന്നൽ പണിയൊക്കെ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ നല്ല പെയിന്റ് ആടിക്കാരാവാം, അല്ലെങ്കിൽ എഴുത്തുകാരാവാം. ഇങ്ങനെ കൈ കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നു അതിലെല്ലാം എക്സലന്റ് ആവാനുള്ള, അതിലെല്ലാം മുൻപന്തിയിൽ നിൽക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും. അവരുടെ വിവാഹ ജീവിതത്തിലൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ച് അത് കുഴപ്പത്തിലോടൊക്കെ ചെല്ലാനുള്ള ചാൻസ് ഇല്ല. അതുപോലെ ഇവർക്ക് ഇരട്ടക്കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്.
നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതൊരു കാര്യമാണ്. ചെക്ക് ചെയ്ത് നോക്കണം. നമുക്കറിയാവുന്ന ഇരട്ട കുട്ടികളുള്ളവരൊക്കെ ഇല്ല അവരുള്ളത്. നമുക്ക് അവരുടെ ഒന്നും ഒത്തിരി ഇരട്ട കുട്ടികളുള്ളവരെ അറിയാമെങ്കിൽ അവരുടെ ഒന്നും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അറിയത്തില്ല. അതുപോലെ തന്നെയാണെങ്കിൽ ഇതിന് ഇന്ന രാശിയിൽ നിന്ന് നോക്കുന്നവരെ കിട്ടാനാണെങ്കിൽ നമ്മൾ സെലിബ്രിറ്റികളുടെ നോക്കിയാൽ മതി. ഒത്തിരി പേരോട് നോക്കുമ്പോൾ അങ്ങനെ ഏകദേശം ഈ മിഥുന മാസത്തിൽ ജനിച്ചവരില്ലേ, അങ്ങനെ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ജനിച്ചവരുടെയൊക്കെ നോക്കിയാൽ മതി. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ബുധൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ കിട്ടുമല്ലോ. അങ്ങനെ ഇവർക്ക് സമ്പാദിച്ചാലും അതൊന്നും പിന്നെ കരുതി വെക്കാനുള്ള കഴിവൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ധനത്തിലൊക്കെ എപ്പോഴും ഏറ്റക്കുറച്ചുകൾ വന്നുകൊണ്ടിരിക്കും. ഇവർക്ക് എപ്പോഴും ഈ ഉഭയരാശി ആയതുകൊണ്ട് അത് ഇടയിലേക്ക് ഏത് ഗ്രഹം നിന്നാലും എന്തു ആയാലും ഒരു ഇരട്ട സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ട് തരത്തിലുള്ള ജോബ് ഉണ്ടാകാനുള്ള, രണ്ട് തരത്തിലുള്ള വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ലഗ്നത്തിലാണ് ഇങ്ങനെ ബുധൻ നിൽക്കുന്നെങ്കിൽ മിഥുന ലഗ്നത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അവർ വളരെ സ്ലിം ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പൊക്കമൊക്കെ കൂടുതലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർ അവരുടെ അമ്മയെ പോലെ ഇരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ജാതകങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഒരു പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്ന അറിവൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഷോർട്ട് ട്രിപ്സ് ഒക്കെ വളരെയധികം ഇഷ്ടമായിരിക്കും ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഇവർ റെസ്റ്റ് എടുക്കുന്നത് വളരെയധികം കുറവായിരിക്കുമേ. എപ്പോഴും അറിവ് നേടാനുള്ള ആ ത്വരയുള്ളത് കൊണ്ട് റെസ്റ്റ് എടുക്കുന്നതൊക്കെ വളരെയധികം കുറവായിരിക്കും. ഇവർക്ക് ഡ്രൈവിങ്ങിലൊക്കെ നല്ല സ്കില്ല് കാണും. പക്ഷേ ഇതിൻ്റെ ഒപ്പം രാഹുവൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം വ്യത്യാസം വരുമേ. ഇവർ നല്ല അപ്പിയറൻസ്, അതായത് ഇവർ മുഖ സൗന്ദര്യമൊക്കെ ഉള്ളവരായിരിക്കും. അതുപോലെയാണെങ്കിൽ നല്ല സ്വരമായിരിക്കും, നല്ല ഇതായിട്ട് സംസാരിച്ച് നമ്മളെ ആകർഷിക്കുന്ന ഒരു സംസാര രീതിയായിരിക്കും. അതുപോലെ നല്ല ധനം കാണും, പക്ഷെ അതിൽ ഫ്ലക്ച്വേഷൻസ് വരുമെന്ന് പറഞ്ഞില്ലയോ. അതുപോലെ ഇവരാണെങ്കിൽ നല്ല നല്ല ബഹുമാനിക്കപ്പെടുന്നവരായിരിക്കും. വിവാഹ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ രണ്ട് പങ്കാളികൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെ ദോഷമൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ചിലരാണെങ്കിൽ കള്ളത്തരങ്ങൾ പറയുന്നവരായിരിക്കും. ഇവർ ശാസ്ത്രത്തിലൊക്കെ വളരെയധികം കഴിവുള്ളവരായിരിക്കും. നല്ല ഒരു സുഹൃത്ത് വലയം തന്നെ കാണുന്നവരായിരിക്കും. അതുപോലെയാണെങ്കിൽ ഇവർ ദേഷ്യം കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ദേഷ്യമൊക്കെ കുറച്ചാൽ മതി, അതെല്ലാം അങ്ങ് മാറിക്കോളും. എങ്ങനെയാണ് ഈ പ്രതിവിധികൾ അല്ലെങ്കിൽ പരിഹാരങ്ങളൊക്കെ എങ്ങനെ ഫലവത്താവുന്നതെന്ന് നമ്മൾ പ്രധാനമന്ത്രി മോദിജിയുടെ ജാതകം ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ മതി. വളരെ ദേഷ്യം വരുന്നതും വളരെയധികം മൈൻഡിന് ചാഞ്ചല്യം വരുന്നതുമായിട്ടൊക്കെയുള്ള ഗ്രഹസ്ഥിതികളുണ്ട്. അതെല്ലാം അദ്ദേഹം, അല്ലെങ്കിൽ ഏഴരശനിയൊക്കെ ഒരുപാട് നാളുകാരെയൊക്കെ ബാധിച്ചപ്പോൾ അദ്ദേഹത്തെ ബാധിച്ചില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം പരിഹാരങ്ങൾ ചെയ്തു. നമ്മൾ കാണെ തന്നെയാണ് ഈ പരിഹാരങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നവരുടെ കാല് കഴുകുക, അങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ അതൊന്നും ബാധിക്കാതിരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ജ്യോതിഷം പഠിക്കുന്നത്. നിന്റെ വിധി ഇതാണ്, നീ ഇങ്ങനെ ജീവിച്ചു, അല്ലെങ്കിൽ നീ മരിക്കുന്ന സമയം ഇതാണ്, ഇതൊക്കെ പറയാനല്ല ജ്യോതിഷം. നമ്മൾക്ക് ഇങ്ങനെ ആപത്ത് വരാനുള്ള ഒരു സമയമുണ്ട്, അത് മുൻകൂട്ടി പറഞ്ഞു തന്നേച്ച് അതിന് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്ത് തട്ടിയങ്ങ് പോകും. അതിനുവേണ്ടിയാണ് ജ്യോതിഷം. കൂടുതൽ പേരും ബലവാന്മാരൊക്കെ ആയിരിക്കും. ഇവർക്ക് സ്പോർട്സിലൊക്കെ നല്ല താല്പര്യം കാണും. കേൾക്കുമ്പോഴേ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ മാസങ്ങളിൽ ജനിച്ച സ്പോർട്സ് പേഴ്സൺസിൻ്റെയൊക്കെ ജാതകം ഒന്ന് എടുത്തു നോക്കണം. എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഇങ്ങനെ വിശകലനം ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കാതെ നമുക്ക് ഈ ജ്യോതിഷം സ്വായത്തമാക്കാൻ പറ്റത്തില്ല. കുറേ ശ്ലോകങ്ങൾ ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് ജ്യോതിഷം പഠിക്കാൻ പറ്റുകയില്ല. നമ്മൾ കമ്പയർ ചെയ്ത് അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് പിന്നെ ഒരു ഗ്രഹനില കാണുമ്പോൾ നമ്മൾക്ക് ഇത് ഓർമ്മ വരണം. അന്നെങ്കിലേ ഈ ജ്യോതിഷം നമുക്ക് പഠിക്കാൻ പറ്റൂ. എന്നിട്ട് പോലും നമ്മൾ പുസ്തകങ്ങൾ നോക്കിയിട്ടാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്ഷമാശീലം വേണം. അവർക്കൊരു ക്ഷമയില്ലാത്ത വലിയൊരു പ്രശ്നമാണ്. ദേഷ്യം കുറയ്ക്കണം. അതുപോലെ തന്നെയാണെങ്കിൽ എല്ലാം അങ്ങ് മണ്ടയ്ക്ക് പഠിച്ചു പോകാതെ ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരിക്കൂട്ടി വായിക്കാതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കണം. രണ്ടത്തില്ലേ കുറച്ച് സമയം പഠിക്കത്തുള്ളൂ, പക്ഷെ അവർക്ക് നല്ല മാർക്ക് കിട്ടാം. നമ്മൾ അവരത് ഡീപ്പായിട്ട് പഠിക്കും. അതുകൊണ്ടാണ് വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറ്റാൻ പറ്റും. അതുപോലെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നല്ലതാണ്. ചതിയിൽ പോയി ചാടാതെ നോക്കണം. നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ നോക്കണം. കാരണം ബുധനാണ് ഈ ഡ്യുവൽ രാശിയിൽ നിൽക്കുകയാണ്, വായു രാശിയാണ്. അതുകൊണ്ട് പ്രത്യേകം അതൊന്ന് ശ്രദ്ധിക്കണം. ഓം നമഃ ശിവായ.